അപ്പോൾ നമുക്ക് 3 ഡയമെൻഷണൽ ജോമെട്രിക്കകത്തിലെ ഇനി എക്സാമ്പിൾ എത്രയായിരുന്നു? എഴുതിക്കോളൂ. ഫൈൻഡ് ദി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് x, y and z axis. Find the direction cosines of x, y and z axis. എഴുതിയോ? ഓക്കെ. അപ്പോൾ എന്താണ് പനയന്നാർകാവിലെ ക്ലാസ് നമ്പർ 1? അമാനല്ലേ? പനയന്നാർകാവിലെ ക്ലാസ് നമ്പർ 1 അമാനല്ലേ? എനിക്കില്ല. ക്ലാസ് നമ്പർ 2 വായിച്ചാട്ടെ. എന്തുവായിരുന്നു ചോദ്യം? Find the direction cosines of x, y and z axis. എന്താ കൃഷ്ണപ്രിയ ചോദ്യത്തിന്റെ അർത്ഥം? x, y, z ആക്സിസുകളുടെ ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുക. അപ്പൊ ഡയറക്ഷൻ കൊസൈൻ എഴുതണമെങ്കിൽ ആദ്യം എന്ത് വേണം? ആംഗിൾ. ഡയറക്ഷൻ ആംഗിൾ വേണം. എന്ത് വേണം? ഡയറക്ഷൻ. അപ്പൊ എഴുതിക്കോളൂ. ദി എക്സ് ആക്സിസ് makes 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 angles എഴുതിയത്രേ. അപ്പൊ കൃഷ്ണപ്രിയ എന്റെ ചോദ്യം ഇതാണ്, എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാ? 0 ഡിഗ്രി. ഇനി എക്സ് ആക്സിസ് വൈയുമായിട്ടുണ്ടാക്കുന്ന ആംഗിളോ? 90. ഓക്കെ. എക്സ് ആക്സിസ് ഇസഡ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിളോ? 90 ഡിഗ്രി. ഇപ്പൊ നിങ്ങൾ എഴുതിയതിന്റെ ബാക്കിയായിട്ട് 0 ഡിഗ്രി, 90 ഡിഗ്രി ആൻഡ് 90 ഡിഗ്രി എഴുതിയോ? റെസ്പെക്റ്റീവ്ലി വിത്ത് എക്സ്, വൈ ആൻഡ് ഇസഡ് ആക്സിസ്. എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിസുമായിട്ട് 0 ഡിഗ്രിയും വൈ ആക്സിസുമായിട്ട് 90 ഡിഗ്രിയും ഇസഡ് ആക്സിസുമായിട്ട് 90 ഡിഗ്രിയുമുള്ള എന്തുണ്ടാക്കുന്നു? ആംഗിൾ ഉണ്ടാക്കുന്നു. ആ സെന്റൻസ് എല്ലാവർക്കും ക്ലിയർ ആയോ? ഹലോ സാർ, ഒന്നുകൂടെ പറയൂ. കേട്ടത് ഇല്ലെന്നാണോ കേട്ടത് മനസ്സിലായില്ലെന്നാണോ? എന്താണ് അർത്ഥം? കേട്ടില്ല. എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിള് 0 ഡിഗ്രി, എക്സ് ആക്സിസ് വൈയുമായിട്ടുണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി, എക്സ് ആക്സിസ് ഇസഡ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിള് 90 ഡിഗ്രി. അതാണ് എഴുതിയത്. അത് ക്ലിയർ ആയോ? ഇനി അടുത്ത വരിയിൽ ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് എക്സ് ആക്സിസ് ആർ അപ്പൊ ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻ എങ്ങനെ കണ്ടുപിടിക്കും നിങ്ങളുടെ അഭിപ്രായത്തിൽ? ഇതിപ്പോ ഡയറക്ഷൻ ആംഗിളാ. ഇവിടുത്തെ ഡയറക്ഷൻ കൊസൈൻ എങ്ങനെ കണ്ടുപിടിക്കും? കോസ് 0 ഡിഗ്രി കോസ് 90 ഡിഗ്രി കോസ് 90 ഡിഗ്രി ആണോ? ഓക്കെ. അപ്പൊ കൃഷ്ണപ്രിയെ കോസ് 0 ഡിഗ്രി എത്രയാണ്? കോസ് 0 ഡിഗ്രി എത്രയാണ്? 1 അല്ലേ? അപ്പോ അടുത്ത വരിയിൽ 1 കോസ് 90 0, വീണ്ടും കോസ് 90 0. ഇതാണ് ആരുടെ ഡയറക്ഷൻ കൊസൈൻസ്?
X, Y, എക്സും വൈയും ഇസഡും ആയിട്ടില്ല, എക്സേ എടുത്തിട്ടുള്ളൂ. ആരെ മാത്രമേ എടുത്തിട്ടുള്ളൂ? X. ഓക്കെ. ഇനി നമുക്ക് സിമിലർലി വെച്ചെഴുതാം. ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ. അപ്പോൾ മുള്ളിക്കുളങ്ങരയിലെ ക്ലാസ് നമ്പർ 1 അർജുൻ ഉണ്ടോ? ഉണ്ട് സർ. അർജുന, ഇത് വൈ ആക്സസ് ആകുമ്പോൾ ഈ ആംഗിളിൽ എന്തൊക്കെ വ്യത്യാസം വരും? ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന ആംഗിൾ എക്സ് ആക്സിസ് ആണ് എടുത്തേക്കുന്നത്. ഇതിന് പകരം അത് വൈ ആക്സിസ് ആകുമ്പോൾ എന്ത് വ്യത്യാസം വരും? അർജുൻ ചോദ്യം കേട്ടോ? കേട്ട സർ. അപ്പൊ വൈ ആക്സിസ് ആകുമ്പോൾ ഇതിനകത്തിൽ എന്ത് വ്യത്യാസം വരുമെന്നാണ് എന്റെ ചോദ്യം. എന്ന് പറഞ്ഞാൽ വൈ ആക്സിസ് എക്സ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എത്ര ഡിഗ്രിയാ? 90 ഡിഗ്രി. 90 ഡിഗ്രി. എഴുതണ്ട നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ മതി. 90 ഡിഗ്രി. വൈ ആക്സിസ് വൈയുമായിട്ടുണ്ടാക്കുന്ന ആംഗിളോ? 0 ഡിഗ്രി. 0 ഡിഗ്രി. വൈ ആക്സിസ് ഇസഡുമായിട്ടുണ്ടാക്കുന്ന ആംഗിളോ? 90 ഡിഗ്രി. ഇനി ഇതിന്റെ ഡയറക്ഷൻ കൊസൈൻ എടുക്കുമ്പോൾ എന്തോ വരും? cos 90. cos 90. cos 0. 90. cos 90. cos 90 എത്ര? 0. 0. 0. 1. 1. 0. 0. അപ്പൊ ഇത് മാത്രം എഴുതിയാൽ പോരെ ആൻസർ? മതി. അപ്പൊ അടുത്ത വരിയിൽ സിമിലർലി ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് y axis are എന്ത് വരും? 0 1 6. 0 1 0. എഴുതിയ എല്ലാവരും? ഓക്കെ. അപ്പോ പനയന്നാർകാവിലെ ക്ലാസ് നമ്പർ 3 ആരാ? ക്ലാസ് നമ്പർ 3 ആളില്ല. 4 ആരാ? നൈഷാനെ. അപ്പൊ എക്സ് ആക്സിസിന്റെ ഡയറക്ഷൻ കൊസൈൻ പറഞ്ഞു, വൈ ആക്സിസിന്റെ ഡയറക്ഷൻ കൊസൈൻ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇസഡിന്റെ ഒന്ന് പറഞ്ഞാട്ടെ. ഈ അവസാനത്തെ ആൻസർ മാത്രം പറഞ്ഞത്, വേഗം പറയാം. 1 0 1. ആദ്യത്തേത് 1 0 0 എക്സിൻ്റെത്. വൈയുടെ ആയപ്പോ 0 1 0. ഇസഡിന്റെ ആകുമ്പോഴോ 1 1 0 1. ഒരു ഓർഡർ നോക്കി പറവച്ചേ. 1 0 0 ആണ് എക്സ് ആക്സിസിൻ്റെത്. വൈ ആക്സിസിൻ്റെതായപ്പോ 0 1 0. അപ്പൊ ഇസഡ് ആക്സിസിന്റെ വരുമ്പോഴോ 0 0 1. അപ്പൊ അടുത്ത വരി എഴുതുക. ഡയറക്ഷൻ കൊസൈൻസ് ഓഫ് ഇസഡ് ആക്സിസ് ആർ ആർ 0 0 വേണ്ട 0 0 1. 0 1. എക്സാമ്പിൾ 4 എല്ലാവർക്കും മനസ്സിലായോ? ഓക്കെ. എക്സാമ്പിൾ 4ൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. അപ്പൊ അടുത്തത് എക്സാമ്പിൾ 5. എക്സാമ്പിൾ 5ന്റെ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ അയച്ചു തരാം. അതിൽ നോക്കി എക്സാമ്പിൾ 5 എഴുതുക. പുസ്തകമുള്ള ഒരു പുസ്തകത്തിലെ പേജ് നമ്പർ 467 നോക്കി എഴുതുക. ചോദ്യം കിട്ടിയോ എല്ലാവർക്കും? ചോദ്യം എല്ലാവർക്കും കിട്ടിയോ? കിട്ടി സർ. ചോദ്യം എഴുതിയാട്ടെ. എക്സാമ്പിൾ 5. എക്സാമ്പിൾ 5 എഴുതുക.
ചോദ്യം എഴുതി കഴിഞ്ഞോ എല്ലാവരും? ചോദ്യം എല്ലാവരും എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞു സർ. ഓക്കെ. മുള്ളിക്കുളങ്ങരയിലെ ക്ലാസ് നമ്പർ 2 ആരാ? Sir, Arya, അരി എക്സാമ്പിൾ 5 വായിച്ചാട്ടെ. show that the points A of 2, 3, minus 4, B of 2,1, minus 2, 3, and C of 3, 8, minus 1, minus 11 are collinear. എന്തോ ആര്യ ചോദ്യത്തിന്റെ അർത്ഥം? ഈ തന്നിരിക്കുന്ന 3 പോയിന്റ്സ് അത് കൊളീനിയർ ആണ് പ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്കൊരു 3 പോയിന്റുകളുടെ കോഓർഡിനേറ്റ് തന്നിട്ടുണ്ട്. 3Dയിലെ 3 പോയിന്റുകളാണ്. ഇവരെന്താണെന്ന് തെളിയിക്കണം. കൊളീനിയർ ആണെന്ന് തെളിയിക്കണം. കൊളീനിയർ എന്ന് പറഞ്ഞ അർത്ഥം ഒരേ ലൈനിന്റെ പോയിന്റ്, ഒരേ ലൈനയിലുള്ള പോയിന്റുകളാണെന്ന് തെളിയിക്കണം. ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? ചോദ്യം എല്ലാവർക്കും മനസ്സിലായോ? എന്റെ പിള്ളേരെ, നിങ്ങളോടാണ് ഈ ചോദിക്കുന്നത്. ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി സാർ. അപ്പൊ എഴുതിക്കോളൂ ആൻസർ. നമ്മൾ ഇത്തരത്തിലൊരു ചോദ്യം പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്തുവാന്ന് ചോദിച്ചാൽ, ആദ്യം എയെയും ബിയെയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കും. എന്ത് കണ്ടുപിടിക്കും? ബിയെയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കുന്നു? ഡയറക്ഷൻ റേഷ്യോ. അപ്പൊ എഴുതിക്കോളൂ ആൻസർ. ഡയറക്ഷൻ റേഷ്യോസ് of the line joining A of 2, 3, minus 4 and B of 1, minus 2, 3 and B of 1, minus 2, 3. എഴുതിയോ? ഈസ് ആദ്യത്തെ പോയിന്റിനെ നമ്മൾ x1, y1, z1 എന്ന് വിളിക്കുന്നു. രണ്ടാമത്തെ പോയിന്റ് x2, y2, z2 എന്ന് വിളിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല പഠിച്ചിട്ടുണ്ട്. എന്തു ആര്യേ ആ ഫോർമുല? 2 പോയിന്റുകളുടെ 3Dയിലെ കോഓർഡിനേറ്റ് തന്നാൽ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? ആര്യ കേൾക്കുന്നുണ്ടോ? ആര്യ? രണ്ട് പോയിന്റുകളുടെ 3Dയിലെ കോഡ് എന്താണ്? x2 minus x1. എഴുതുക. x2 minus x1. y2 minus y1. y2 minus y1. z2 minus z1. എഴുതുക. z2 minus z1. എഴുതിയോ? അപ്പൊ ആര് തന്നെ വില ഒന്ന് കൊടുത്തു പറഞ്ഞേ. x2 minus x1. 1 minus 2. 1 minus 2. y2 minus y1. minus 2 minus 3. minus 2 minus 3. z2 minus z1. 3 minus of minus 4. 3 minus minus 4. Okay. 1 minus 2. minus 1. 1. minus 2 minus 3. minus 5. 3 minus minus 4. 3 plus 4 എത്രയായിട്ട് മാറും? 7. ഇതാണ് എയെയും ബിയെയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ. ഇതെല്ലാവർക്കും ക്ലിയർ ആയോ? ഓക്കെ. ഇനി അടുത്തത് ഇതുപോലെ നമ്മൾ ഇനി ആരുടെ ഡയറക്ഷൻ റേഷ്യോ കണ്ടുപിടിക്കണം? ആരുടെ ഡയറക്ഷൻ? എഴുതുക അടുത്ത വരിയിൽ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ. ഡയറക്ഷൻ റേഷ്യോസ് ഓഫ് ദി ലൈൻ joining B of
B of 1 minus 2 3 and C of 3 8 minus 11. നൈഷാനയുടെ നമ്പർ എത്രയായിരുന്നു? 4 സർ. 4. ക്ലാസ് നമ്പർ 5 ആരാ പനയന്നർകാവിലെ? സർ ഞാനാ. ആരാ? ദേവിക. ദേവികെ ഒന്ന് പറഞ്ഞാട്ടെ. ഈ പോയിന്റ് x1 y1 z1, ഈ പോയിന്റ് x2 y2 z2. പറഞ്ഞാട്ടെ. 3 minus 1. 3 minus 1. 8 minus 2. 8 minus minus 2. Minus 11 minus 3. Okay. 3 minus 1. 2. 2. 8 minus minus 2. 10. 10. അടുത്തേ. Minus 11 minus 3. Minus 14. ഓക്കെ. ഇതാണ് ബിയെയും സിയെയും ജോയിൻ ചെയ്യുന്ന ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ. ഇത്രയും ക്ലിയർ ആയോ എല്ലാവർക്കും? എഴുതിയോ? ഓക്കെ. ഇനി എല്ലാവരും ഒന്ന് ബോർഡിലേക്ക് നോക്കിക്കേ. ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോ -1 -5 -7 രണ്ടാമത്തെ ഡയറക്ഷൻ റേഷ്യോ 2 10 -14 ആണ്. നിങ്ങൾ എഴുതണ്ട, നിങ്ങൾ ബോർഡിലേക്ക് നോക്കിയാൽ മതി. ഈ രണ്ട് സെറ്റ് നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഈ രണ്ട് സെറ്റ് നമ്പറുകൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? -2 ഓരോരുത്തർ. അഞ്ജന എന്താ പറയാൻ വന്നേ? -2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോ കിട്ടുന്നതാ. എന്തിനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? രണ്ടാമത്തെ. അല്ല, ആരെയാ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ആദ്യത്തേതിനെയോ രണ്ടാമത്തേനെയോ? രണ്ടാമത്തേനെ. രണ്ടാമത്തേന്ന് പറയുന്നത് 2 10 ആദ്യത്തെ ഡയറക്ഷൻ റേഷ്യോയെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോ രണ്ടാമത്തെ ഡയറക്ഷൻ റേഷ്യോ കിട്ടും. ശരിയാണോ? -1 × -2 +2. -5 × -2 +10. -7 × -2 അവിടെ 7 അല്ലയോ സാർ? -7 × -2 അവിടെ 7 ആണോ? 7 × -2 -40. ഓക്കെ. ഇനി മുഹമ്മദ് ബിലാൽ സാദിഖ് എന്തോ പറയാൻ വന്നേ? ഇത് തന്നെ പറയാമോ? ഓക്കെ. അപ്പൊ ഇങ്ങനെ വന്നാൽ മാത്തമാറ്റിക്സിൽ ഒരു വാക്ക് പറയും. ഒരു സെറ്റ് വിലകളെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മറ്റൊരു സെറ്റ് നമ്പർ വിലകൾ കിട്ടുന്നു. എന്തോ പറയുന്നേ? 8ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള ഒരു വാക്കാ. കേട്ടിട്ടില്ല? പ്രപ്പോർഷണൽ. എന്ത് പറയും? എന്ത് പറയും? പ്രപ്പോർഷണൽ. അപ്പൊ അടുത്ത വരി എഴുതുക. which implies direction ratios of AB and BC are proportional. പ്രപ്പോർഷണൽ. അങ്ങനെ പ്രപ്പോർഷണൽ ആണെങ്കിൽ അതിന്റെ അർത്ഥം അടുത്ത വരിയിൽ വിച്ച് എംപ്ലൈസ് AB ഈസ് പാരലൽ ടു BC. AB ആരോട് പാരലാണ്? BC-നോട്. ABയും BCയും പാരലാണ്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ, രണ്ടിടത്തും കോമൺ ആയിട്ടൊരു പോയിന്റ് ഇല്ലേ? രണ്ടിടത്തും കോമൺ ആയിട്ടൊരു പോയിന്റ് ഉണ്ടോ? ഉണ്ട്. ഏതാ പോയിന്റ്? ബി. അപ്പൊ അടുത്ത വരിയിൽ എഴുതണം. ബട്ട് പോയിന്റ് ബി ഈസ് കോമൺ ടു
common to both AB and BC. എബിക്കും ബി സിക്കും കോമൺ ആയ പോയിന്റ് ആണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനാണെങ്കിൽ അടുത്ത ഒരു നമുക്ക് കൺക്ലൂഷൻ എഴുതാം. വിച്ച് ഇംപ്ലൈസ് എ കോമ ബി കോമ സി ആർ എങ്ങനെയുള്ള പോയിന്റുകൾ? കൊളീനിയർ പോയിന്റ്സ് ആണ്. ഇതല്ലേ തെളിയിക്കേണ്ടത്? ആണ് സാർ. ഓക്കെ, എല്ലാവരും ഒന്ന് വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയണം, ഡൗട്ട് ഇല്ലെങ്കിൽ ഡൗട്ട് ഇല്ലെന്ന് പറയാം. എന്നിട്ട് വേണം നമുക്ക് അടുത്തയിലേക്ക് പോകാനായിട്ട്. വായിച്ചു നോക്കിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിലും പറയണം, ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. ഡൗട്ട് ഇല്ല സാർ. 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 ഓക്കെ, അപ്പോ മുള്ളിക്കുളങ്ങരയിൽ ആര്യ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? ആര്യ എസ് കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഹരികൃഷ്ണൻ ഇല്ല. ക്ലാസ് നമ്പർ 4 ആരാ? ക്ലാസ് നമ്പർ 4 ഇല്ല. 5 ഋഷികേശ് ആണ്. 6 സാർ. സമൃദ്ധയാണോ? അതെ സാർ. അപ്പൊ സമൃദ്ധ എക്സസൈസ് 11.1 ആദ്യത്തെ 3 ചോദ്യം ചെയ്യാൻ ഞാൻ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞായിരുന്നു സാർ. ഒന്നാമത്തെ ചോദ്യം വായിച്ചാട്ടെ. If a line makes angles 90 degree, 135 degree, 45 degree with the x, y and z axis respectively, find its direction cosines. എന്തോ ചോദ്യത്തിനർത്ഥം? ഒരു ലൈന് ആംഗിൾസ് തന്നിട്ടുണ്ട്. 90 ഡിഗ്രി, 135 ഡിഗ്രി, 45 ഡിഗ്രി. എക്സ് വൈ ആക്സിസിൽ എന്തുവാ ഇങ്ങനെ മേക്ക് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഡയറക്ഷൻ ഒരു ലൈൻ എക്സ് ആക്സിസും വൈ ആക്സിസും ഇസഡ് ആക്സിസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. അങ്ങനാണെങ്കിൽ നമ്മൾ ആ ലൈനിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കണം. എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻസ്. ഓക്കെ, ആൻസർ ചെയ്തായിരുന്നോ? ചെയ്തായിരുന്നു സാർ. എങ്ങനാണോ ബുക്കിൽ ആൻസർ എഴുതിയിരിക്കുന്നത് അതുപോലെ വായിച്ചാട്ടെ. L M N B the direction cosines. Alpha is equal to 90 degree, beta is equal to 135 degree, gamma is equal to 45 degree. L is equal to cos alpha, L is equal to cos 90 degree is equal to 0. M is equal to cos beta, M is equal to cos 135 degree is equal to cos of 180 degree minus 45 degree is equal to minus sin 45 is equal to minus 1 by root 2. N is equal to cos gamma, N is equal to cos 45 degree is equal to 1 by root 2. Final direction cosines are 0 minus 1 by root 2, 1 by root 2. ഓക്കെ, ഇവിടെ ഒരു പക്ഷേ എല്ല് കണ്ടുപിടിക്കുന്നതിനകത്തിലും എന്നെ കണ്ടുപിടിക്കുന്നതിനകത്തിലും ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയില്ല. ചിലർക്കെങ്കിലും എം കണ്ടുപിടിച്ചതിൽ ഡൗട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ എം കണ്ടുപിടിച്ചതിൽ?
എൻ്റെ പിള്ളേരെ 10-22 പേര് ക്ലാസ്സിലിരിപ്പുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ ഡൗട്ട് ഉണ്ട് അല്ലെങ്കിൽ ഇല്ല. ഡൗട്ട് ഉണ്ടോ? ആ, ആർക്കെങ്കിലും ആ കോസ് 135 കണ്ടുപിടിച്ചതിൽ ഡൗട്ട് ഉണ്ടോ? ഇല്ല സാർ. ഇല്ല. ഓക്കെ. അപ്പം ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം പനയന്നാർകാവിൽ ആരായിരുന്നു ലാസ്റ്റ് ചോദ്യം വായിച്ച? ദേവിക അല്ലേ? ആണ് സാർ. ഓക്കെ. ദേവിക കഴിഞ്ഞാൽ ദേവിയുടെ നമ്പർ എത്ര? 5. ക്ലാസ് നമ്പർ 6 ആരാ പനയന്നാർകാവിലെ? ബിലാൽ സാദിഖ്. ബിലാൽ സാദിഖ് രണ്ടാമത്തെ ചോദ്യം വായിച്ചാട്ടെ. Find the direction cosines of a line which makes angles with the coordinate axis. മേക്സ് ഈക്വൽ ആംഗിൾസ് എന്നില്ലയോ? Makes equal angles with the coordinate axis. അപ്പൊ എന്തോ ബിലാലെ ചോദ്യത്തിന്റെ അർത്ഥം? ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കാൻ ഈക്വൽ ലൈനിന്റെ ഡയറക്ഷൻ കൊസൈൻ കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്തെങ്കിലും കണ്ടീഷൻ തന്നിട്ടുണ്ടോ? which make equal angle. ആ ലൈന് നമ്മുടെ കോഓർഡിനേറ്റ് ആക്സസുമായിട്ട്. ആരാ ഈ കോഓർഡിനേറ്റ് ആക്സസ് എന്ന് പറഞ്ഞാൽ? ആൽഫ ബീറ്റ ഗാമ. കോഓർഡിനേറ്റ് ആക്സസോ? XYZ. XYZ ആക്സസുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെയുള്ള ആംഗിൾ ആണ്? കോർഡിനേറ്റ് ഈക്വൽ ആംഗിൾ. ഈക്വൽ ആംഗിൾ ആണ്. അപ്പൊ അങ്ങനെ ആണെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻ. ഓക്കെ. ചോദ്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഇല്ല. ഓക്കെ. അപ്പൊ ബിലാൽ ഉത്തരം ചെയ്തായിരുന്നോ? ഇല്ല സാർ. ചെയ്തില്ല. എന്താ ചെയ്യാഞ്ഞേ? അറിയത്തില്ല. ഓക്കെ. അപ്പൊ എന്തോ ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്ന ആദ്യത്തെ കണ്ടീഷൻ? ഈക്വൽ ആംഗിൾ. കോഓർഡിനേറ്റ് ആക്സസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ എങ്ങനെയാണ്? ഈക്വൽ ആണ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിച്ച് ഇംപ്ലൈസ് ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ എന്നല്ലേ അർത്ഥം? ആണോ? അപ്പൊ എഴുതിയാട്ടെ. ആൽഫ ഈക്വൽ ബീറ്റ ഈക്വൽ ഗാമ. ആൽഫയും ബീറ്റായും ഗാമായും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു കാര്യം വേഗം പറയാം. ആൽഫയും ബീറ്റായും ഗാമായും ഈക്വൽ ആണെങ്കിൽ നിങ്ങൾക്ക് ഉടനെ മറ്റൊരു കാര്യം പറയാം. അതായത് അങ്ങനെ ആണെങ്കിൽ ഇത് ഉപയോഗിച്ച് കണ്ടുപിടിക്കുന്ന എല്ലും എമ്മും എന്നും എങ്ങനെ ആയിരിക്കും? ഡയറക്ഷൻ ആംഗിൾ ഈക്വൽ ആണെങ്കിൽ ഡയറക്ഷൻ കൊസൈനും ഈക്വൽ ആയിരിക്കും. ആണല്ലോ? ആണോ? ഇവര് 3 പേര് തമ്മിലുള്ള എന്തോ ഒരു ബന്ധം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നല്ലോ. എല്ലും എമ്മും എന്നും തമ്മിലുള്ള ബന്ധം. അത് നമ്മൾ നേരത്തെ പൊസിഷൻ വെക്ടർ വെച്ച് വെക്ടറിലും പഠിച്ചിട്ടുണ്ട്. എന്തുവായിരുന്നു? നന്നായിട്ടുണ്ട്. L+M+N ആണോ 1 എന്ന് പറയുന്നത്? L² പ്ലസ് M² പ്ലസ് N² ഈക്വൽ എന്താണ്? ഓക്കെ. അപ്പൊ ഞാൻ ചോദിച്ചത്, ഇവര് 3 പേരും ഈക്വൽ ആണെങ്കിൽ ഈ ബാക്കി 2 പേർക്ക് പകരം L എന്ന് എഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? L² പ്ലസ് L² പ്ലസ് L² പ്ലസ് L² പ്ലസ് L² ഈക്വൽ 1. L² പ്ലസ് L² പ്ലസ് L² ആരാ? 3L² ഈക്വൽ എന്ത് വരും? 1. 3L² വില 1 ആണെങ്കിൽ L² എന്തോ വരും? 1/3. L² 1/3 ആണെങ്കിൽ L എന്തോ വരും? 1/√3. അല്ല, പ്ലസ് ഓർ മൈനസ് 1/√3. അപ്പൊ L ഈക്വൽ പ്ലസ് ഓർ മൈനസ് 1ന്റെ റൂട്ട് എത്ര? 1ന്റെ റൂട്ട് എനക്കില്ല. 1ന്റെ റൂട്ട് 1. 3യുടെ റൂട്ട് √3. അപ്പോ എല്ലിന്റെ വില കിട്ടി. എല്ലും എമ്മും എന്നും ഈക്വൽ ആണെന്ന് ക്വസ്റ്റിന് പറഞ്ഞിട്ടില്ലയോ? അപ്പൊ പറഞ്ഞാട്ടെ. എം ഈക്വൽ √3. എൻ ഈക്വൽ ഇത് കണ്ടുപിടിക്കാനല്ലയോ ചോദ്യം? ആണോ ബിലാലെ? അതെ സാർ. ഓക്കെ, ശരി. ഇപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിലെ ഡൗട്ട് മാറിയോ? മാറി. ഓക്കെ.
മുള്ളിക്കുളങ്ങരയിൽ ലാസ്റ്റ് ചോദ്യം വായിച്ചത് സമൃദ്ധയല്ലേ? സമൃദ്ധ കഴിഞ്ഞാൽ അടുത്ത നമ്പർ ആരുടേതാണ്? Sir. ആരാ? Arya. ആര്യ. അപ്പോൾ ആര്യയെ മൂന്നാമത്തെ ചോദ്യം വായിച്ചാട്ടെ. If a line has the direction ratios minus 18, 12, minus 4, then what are its direction cosines? എന്തു ആര്യ ചോദ്യത്തിന്റെ അർത്ഥം? ഒരു ലൈനിന്റെ ഡയറക്ഷൻ റേഷ്യോസ് തന്നിട്ടുണ്ട്. -18, 12, -4. അങ്ങനെയാണെങ്കിൽ അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? ഡയറക്ഷൻ കൊസൈൻ. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ ഇതേപോലെ ചെയ്തിട്ടില്ലയോ? അപ്പൊ ആര്യ ബുക്കിൽ എഴുതിയേക്കുന്ന സ്റ്റെപ്പ് അതുപോലെ ഒന്ന് വായിച്ചാട്ടെ. ഡയറക്ഷൻ റേഷ്യോസ് -18, 12, -4. ഡയറക്ഷൻ കൊസൈൻസ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ a/√(a² + b² + c², b/√(a² + b² + c², and c/√(a² + b² + c². ആദ്യം a√(a² + b² + c² കണ്ടുപിടിച്ചു. 22 എന്ന് കിട്ടി. പിന്നെ ഡയറക്ഷൻ കൊസൈൻസ് ആർ -18/22, 12/22, -4/22. വേണമെങ്കിൽ നമുക്കത് വെട്ടി ചെറുതാക്കിയാൽ -9/22, 6/11, -2/11. അല്ല, അടുത്തതും വെട്ടി ചെറുതാക്കുമ്പോൾ -9/11 എന്നല്ലേ? സർ, 9/11. -9/11, -6/11, -2/11. ഇങ്ങനെയാണോ എല്ലാവർക്കും ആൻസർ കിട്ടിയത്? ഓക്കെ. അപ്പൊ ഇനി നമ്മൾ ഇന്ന് പഠിച്ചത് വെച്ച് നിങ്ങൾക്ക് 2 ചോദ്യങ്ങൾ അവിടുന്ന് ചെയ്യാം. ഏതൊക്കെയാണ്? എക്സസൈസിലെ അപ്പൊ അവിടെ സൈഡിലോട്ട് എഴുതിയിട്. ഹോംവർക്ക് എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 4 ഉം 5. അപ്പൊ അങ്ങനെ ഈ പാഠത്തിലെ 2 സെക്ഷനുകൾ വിജയകരമായി എന്ത് ചെയ്തു? എനക്കില്ല, അവസാനിച്ചു. അങ്ങനെ നമ്മൾ ഈ പാഠത്തിലെ അടുത്ത ടോപ്പിക്കിലേക്ക് വരികയാണ്. നിങ്ങൾ വർക്ക് ബുക്ക് മാറ്റി വെച്ചിട്ട് എന്തെടുക്കുക? നോട്ട് ബുക്ക് എല്ലാവരും എടുക്കുക. വർക്ക് ബുക്ക് മാറ്റി വെക്കുക, നോട്ട് ബുക്ക് എടുക്കുക. എടുത്തോ? നോട്ട്ബുക്കും നിങ്ങൾ ആ ഫോട്ടോ കോപ്പിയും കൂടെ എടുത്തോ. നോട്ട്ബുക്കും നിങ്ങളുടെ കൈവശമുള്ള ഫോട്ടോ കോപ്പിയും കൂടി നിങ്ങൾ എടുക്കുക. എടുത്തോ? എടുത്തു സാർ. എന്നിട്ട് ആ ഫോട്ടോ കോപ്പിക്കകത്തുള്ള ഹെഡിങ് കിടക്കുന്നുണ്ടോ? 11 5ാമത്തെ പേജില് 11.3. 11.3. എൻ്റെ പിള്ളേർ, നിങ്ങൾക്ക് ഹെഡിങ് ഒന്നും കാണാൻ പറ്റുന്നില്ലയോ? 11.3 5ാമത്തെ പേജിൽ കിടപ്പുണ്ട്. ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ. അത് നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിന്റെ രീതിയിൽ ഒന്ന് കറക്റ്റ് ചെയ്യുക. ഇക്വേഷൻ ഓഫ് എ ലൈൻ എഴുതിയോ? ഇക്വേഷൻ ഓഫ് എ ലൈൻ എഴുതിയോ? സ്പേസ് എന്നൊന്ന് തിരുത്തി എഴുതുക. ഇക്വേഷൻ ഓഫ് എ ലൈൻ ഇൻ സ്പേസ് എഴുതിയോ? അപ്പം നമ്മൾ +1 10ാമത്തെ ചാപ്റ്റർ അല്ലെ പുതിയ പുസ്തകം അനുസരിച്ച് 9ാമത്തെ ചാപ്റ്ററായ സ്ട്രെയിറ്റ് ലൈൻസ് എന്ന് പറയുന്ന പാഠത്തിൽ പഠിച്ചൊരു ഹെഡിങ് ഇങ്ങനെയാണ്: വേരിയസ് ഫോംസ് ഓഫ് ദി ഇക്വേഷൻ ഓഫ് എ ലൈൻ എന്ന് പറഞ്ഞ് നമ്മളൊരു 7 ഫോർമുല പഠിച്ചത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹൊറിസോണ്ടൽ ലൈൻ, വെർട്ടിക്കൽ ലൈൻ, പോയിന്റ് സ്ലോപ്പ് ഫോം, 2 പോയിന്റ് ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം. അത് തന്നെ എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും പ്രത്യേകം പഠിച്ചു. പിന്നെ 2 ഇന്റർസെപ്റ്റും ഉള്ളത് പഠിച്ചു. ഓർക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അങ്ങനെ ഒരു സംഗതി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഉണ്ടോ? ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ 3Dയിലെ ആരെ കുറിച്ച് പഠിക്കാൻ പോവാണ്? 3Dയിലെ ആരെ കുറിച്ച് പഠിക്കാൻ പോകുകയാണ്?
Equation of line. ഒരു ലൈനിനെ കുറിച്ച് പഠിക്കാൻ പോവാണ്. അപ്പം നേരത്തെ ആയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ 2 രൂപത്തിൽ പഠിക്കണമായിരുന്നു. അതിൽ ഒന്നാമത്തേന്ന് പറയുന്നത് ഒരു പോയിന്റിലൂടെ കടന്നു പോകുകയും മറ്റൊരു വെക്ടറിനോട് പാരലലാകുകയും ചെയ്യുന്നതായിരുന്നു ഒരെണ്ണം. രണ്ടാമത്തേത് 2 പോയിന്റുകളിലൂടെ കടന്നു പോകുന്നതായിരുന്നു മറ്റൊരെണ്ണം. അപ്പം ഞാൻ സിലബസ് തന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞു ഇതിൽ ഒരെണ്ണം ഇപ്പം ഡിലീറ്റഡ് ആണ്. ഏത് പോർഷൻ? പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്, 2 പോയിന്റുകളിലൂടെ കടന്നു പോകുന്ന ലൈനിന്റെ ഇക്വേഷൻ ഇപ്പൊ എന്താണ്? ഡിലീറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ പനയന്നാർകാവിൽ ഇപ്പൊ ലാസ്റ്റിൽ വായിച്ചു നിർത്തിയ ആരായിരുന്നു? ഞാന്. എത്രയായിരുന്നു നമ്പര്? 6. 7 ആരാ? സർ ഞാൻ. അപ്പൊ ശാലു അതിന്റെ താഴെ ഒരു ഹെഡിങ് ഉണ്ടോ? ശാലു ഒന്ന് വായിച്ചേ. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ 2 പോയിന്റ്സ്. ഉണ്ടോ നടക്കുന്നു? അടുത്ത ഹെഡിങ്ങോ? 11.3 എന്ന് പറയുന്ന ഹെഡിങ്ങിന്റെ താഴെ കിടക്കുന്ന ആദ്യത്തെ ഹെഡിങ് എന്തോ വെച്ചേ? Equation of a line passing through a point and parallel to a vector. എന്താണ് വായിച്ചതിന്റെ അർത്ഥം? ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ്. നമ്മൾ 3Dയിലെ ഒരു ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പോവാം. ആ ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് എവിടെ തന്നിട്ടുണ്ടാകും? Question. ഇനി ഇത് കൂടാതെ വേറൊരു ഇൻഫർമേഷനും കൂടെ ക്വസ്റ്റ്യനിൽ കാണും. എന്തുവാ അത്? വെക്ടറിനോട് പാരലൽ ആയിരിക്കും. ഈ ലൈൻ ഒരു വെക്ടറിനോട് എന്തായിരിക്കും? പാരലൽ ആയിരിക്കും. അപ്പൊ ചോദ്യത്തിൽ എന്തൊക്കെ തരണം ശാലു? ഒരു പോയിന്റും പാരലൽ ആയിട്ടുള്ള വെക്ടറും. ആ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റും ക്വസ്റ്റ്യനിൽ തരണം. ആ സ്ട്രെയിറ്റ് ലൈനോട് പാരലായി കടന്നു പോകുന്ന ഒരു വെക്ടറും ക്വസ്റ്റ്യനിൽ തരുമ്പോഴാണ് നമ്മൾ ഇനി പറയാൻ പോകുന്ന ഇക്വേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി മുതൽ നമ്മൾ പഠിക്കുമ്പോൾ ഇക്വേഷൻ 2 രൂപത്തിൽ പഠിക്കണം. ഏതൊക്കെയാണ് 2 രൂപം? വെക്ടർ ഫോമും കാർട്ടീഷ്യൻ ഫോമും. അപ്പൊ ആദ്യം അതിലെ വെക്ടർ ഫോം വായിച്ചാട്ടെ. The equation of a line passing through a point x1 y1 z1 having position vector a and parallel to a vector b is vector r is equal to vector a plus lambda vector b. അപ്പൊ നോക്ക, ക്വസ്റ്റ്യനിൽ ഈ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന ഒരു പോയിന്റ് വേണമെന്ന് പറഞ്ഞല്ലോ. ആ പോയിന്റിനെ നമ്മൾ തിയറട്ടിക്കലായിട്ട് എങ്ങനെ എടുക്കുന്നു? x1 y1 z1. ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ ഏത് ലെറ്റർ കൊണ്ട് ഡിനോട്ട് ചെയ്യുന്നു? വെക്ടർ എ. അതായത് ഈ പോയിന്റിന് ഒരു പൊസിഷൻ വെക്ടർ ഉണ്ട്. ആ പൊസിഷൻ വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ആണ് എന്ന് പറയുന്നത് വെക്ടർ എ. ഇനി ഈ ലൈൻ മറ്റൊരു വെക്ടറിനോട് പാരലൽ അല്ലേ? ആ പാരലായ വെക്ടറിനെ നമ്മൾ എന്തെന്നെടുക്കുന്നു? വെക്ടർ ബി. വെക്ടർ ബി എന്നെടുക്കുന്നു. അപ്പൊ അങ്ങനെ ആണെങ്കിൽ എന്താണ് ലൈനിന്റെ ഇക്വേഷൻ? വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ വെക്ടർ ബി. ലാംഡ വെക്ടർ ബി. ഓക്കെ, അപ്പൊ വെക്ടർ എ എന്താണെന്ന് നിങ്ങൾക്കറിയാം, വെക്ടർ ബി എന്താണെന്ന് നിങ്ങൾക്കറിയാം. ലാംഡ എന്താണ്? ലാംഡ എന്താണ്? ലാംഡ ഒരു സ്കെയിലർ. സ്കെയിലർ മീൻസ് ഒരു കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, അപ്പൊ ഇനി വെക്ടർ ആർ എന്താണെന്ന് പറയണ്ടേ? അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് വെക്ടർ ആർ? Where vector r is the position vector of any point on the line and lambda is a scalar. ഈ ലൈനിൽ വരുന്ന ഏതൊരു പോയിന്റിന്റെയും പൊസിഷൻ വെക്ടർ ആണ് ആരെന്ന് പറയുന്നത്? വെക്ടർ ആർ. അപ്പൊ കാണാ പഠിച്ചാൽ ഒരു പരിപാടി നടക്കത്തില്ല. നിങ്ങളൊരു ഇക്വേഷൻ കാണാ പഠിച്ചു എന്നതുകൊണ്ട് 3Dയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റില്ല. നിങ്ങൾക്ക് അതിന്റെ ഐഡിയ കൃത്യമായി മനസ്സിലാകണം. നമ്മൾ ആരുടെ ഇക്വേഷൻ എഴുതാൻ പോവാണ്? ശാലുവിനോടാ ചോദ്യം. ആരുടെ ഇക്വേഷൻ എഴുതാൻ പോവാണ്? ഒരു ലൈനിന്റെ ഇക്വേഷൻ എഴുതാൻ പോവാണ്. എഴുതാൻ വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ക്വസ്റ്റ്യന് തരും? ഒരു പോയിന്റും അതിന് പാരലൽ ആയിട്ടുള്ള വെക്ടറും. ഓക്കെ, ആ പോയിന്റിനെ നമ്മൾ തിയറിയിൽ എന്തെടുക്കുന്നു? വെക്ടർ എ എന്നും വെക്ടർ ബി. വെക്ടർ എ. പോയിന്റ് എന്തായിട്ട് എടുക്കുന്നു? x1 y1 z1. അതിന്റെ പൊസിഷൻ വെക്ടർ വെക്ടർ എ. ഓക്കെ, ഇതിന് പാരലായിട്ട് വരുന്ന വെക്ടറിനെ വെക്ടർ ബി. ഓക്കെ, അങ്ങനാണെങ്കിൽ ഈ ലൈനിന്റെ ഇക്വേഷൻ എന്തായിരിക്കും?
Vector R is equal to vector A plus lambda vector B. വെക്ടർ ആർ ഇസ് ഈക്വൽ ടു വെക്ടർ എ പ്ലസ് ലാംഡ വെക്ടർ ബി. ബുദ്ധിമുട്ടെന്തെങ്കിലും? ഇല്ല സർ. ഓക്കെ. മുള്ളിക്കുളങ്ങരയിൽ ആര്യ കഴിഞ്ഞാൽ അടുത്ത ആരാണ്? Sir, Nandana Krishnan. അപ്പൊ നന്ദനെ അടുത്തത് വായിച്ചാട്ടെ. അടുത്ത ഹെഡിങ് എന്താണ്? Cartesian form. ഈ ലൈനിനെ തന്നെ നമ്മൾ എന്ത് ഫോമിൽ എഴുതാൻ പോവാ? Cartesian form. കാർട്ടീഷ്യൻ ഫോമിൽ എഴുതാൻ പോവാ. വായിച്ചാട്ടെ. Vector R is equal to x I cap plus y j cap plus z k cap. y j ക്യാപ്പ് പ്ലസ് z k ക്യാപ്പ്. അടുത്തത് Vector A is equal to x1 I cap plus y1 j cap plus z1 k cap. z1 k ക്യാപ്പ്. ഓക്കെ. അടുത്തത് Vector B equal a I cap plus b j cap plus c k cap. a i ക്യാപ്പ് പ്ലസ് b j ക്യാപ്പ് പ്ലസ് c k cap. ഓക്കെ. അപ്പൊ അങ്ങനെ ആണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ പറഞ്ഞാട്ടെ. Equation of line is x minus x1 by a equal y minus y1 by b equal z minus z1 by c. ഇനി ഇതിനകത്ത് വില കൊടുക്കുക നിങ്ങൾ ശ്രദ്ധിക്കണം. എക്സിനും വൈക്കും ഇസഡിനും വില കൊടുക്കരുത്. അത് നമ്മൾ അങ്ങനെ തന്നെ നിർത്തുന്നു. ഈ x1 y1 z1 ആരാണ്? ചോദ്യത്തിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും x1 y1 z1 ആരാണെന്ന്. വെക്ടർ എ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ പടത്തിൽ നോക്കിയാൽ പെട്ടെന്ന് പറയാം. പൊസിഷൻ വെക്ടർ. അത്രയും വേണ്ട, കുറച്ചുകൂടെ സിമ്പിളായി പറഞ്ഞു. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ടല്ലോ, ആ സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന പോയിന്റിന്റെ കോഓർഡിനേറ്റ് അല്ലേ x1 y1 z1 എന്ന് പറയുന്നേ? ആണ് സർ. ഓക്കെ. ഇനി എ ബി സി ആരാ? എ ബി സി ആരാണ്? പാരലലായിട്ടുള്ള വെക്ടറിന്റെ കമ്പോണൻസ് അല്ലേ? നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന ലൈൻ മറ്റൊരു വെക്ടറുമായിട്ട് പാരലാണ്. ആ പാരലായിട്ട് വരുന്ന വെക്ടറാണ് വെക്ടർ ബി എന്ന് പറയുന്നത്. അതിൻ്റെ ഐയുടെയും ജെയുടെയും കെയുടെയും കമ്പോണന്റ് ആണ് ആരെന്ന് പറയുന്നത്? എ ബി സി. ഇത്രയും കാര്യം പിടികിട്ടി എല്ലാവർക്കും? മനസ്സിലായി സാർ. അപ്പം ഞാൻ 5 മിനിറ്റ് സമയം തരാം. നിങ്ങൾ വേഗം ഇത് എങ്ങോട്ട് പകർത്തി എഴുതുക? ബുക്കിലോട്ട് പകർത്തി എഴുതുക. എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം. ഇത് 2 മാത്രം എഴുതിയാൽ മതി. 2 മീൻസ് ആ ഫോട്ടോ കോപ്പിയിൽ നോക്കി ഈ എഴുതിയിട്ടേക്കുന്ന ഇത്രയും കാര്യങ്ങൾ അതുപോലെ എഴുതുക. എഴുതി കഴിയുമ്പോൾ പറയുകയും ചെയ്യണം. ചോദിച്ചോട്ടെ. സാർ, ഞാൻ ലേറ്റ് ആയിട്ടാ കയറിയത്. ഇതിന് മുമ്പ് നോട്ട്ബുക്കിൽ എന്തെങ്കിലും എഴുതാനുണ്ടായിരുന്നോ? ഇതിന് മുമ്പ് ഒരു എക്സാമ്പിൾ 4ഉം എക്സാമ്പിൾ 5ഉം എഴുതാനുണ്ട്. അതിന് ശേഷം പിന്നെ വർക്ക് ബുക്കിലായിരുന്നു എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 1, 2, 3. പിന്നെ 4ഉം 5ഉം ഹോംവർക്കായിട്ട് തന്നു. അതിത്രയും. അപ്പം 4ഉം 5ഉം ആണ് നോട്ട്ബുക്കിൽ എഴുതിയേക്കുന്നത്. അതിന് ശേഷമാണ് ഇപ്പം പഠിപ്പിച്ച സെക്ഷൻ.
എഴുതി സാർ. ഓക്കെ. എഴുതി സാർ. ആ എഴുതി സാർ. ഓക്കെ. എഴുതി സാർ. എഴുതി സാർ. എഴുതി സാർ. എഴുതി സാർ. ഓക്കെ. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? എനക്കുമില്ല. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? എൻ്റെ പിള്ളേരെ വാങ്ങ തുറന്ന് മറുപടി പറ പിള്ളേരെ. ഇനി ആരെങ്കിലും എഴുതാനുണ്ടോ? ഇല്ല സാർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇനി എക്സാമ്പിൾ 6 ആണ് ചെയ്യാനുള്ളത്. എക്സാമ്പിൾ 6 ആ ഇക്വേഷൻ ഇപ്പോൾ എഴുതിയ ഫോട്ടോ കോപ്പിയിലെ പേജ് നിങ്ങൾ കണ്ടോ? നമ്മളിപ്പോൾ വായിച്ച അത്രയും ഭാഗം കണ്ടോ? കണ്ടു സാർ. അതിൻ്റെ അപ്പുറത്തെ പേജിലെ ലാസ്റ്റ് ഭാഗം കണ്ടോ? കണ്ടു സാർ. ഓക്കെ. അപ്പോൾ എക്സാമ്പിൾ 6 പനയന്നാർകാവിൽ ഇപ്പോൾ ലാസ്റ്റിൽ വായിച്ചാരായിരുന്നു? സാർ 7 ആരാ? ശാലു. 8 ബിലാലെ എന്താണ് എക്സാമ്പിൾ 6? വായിച്ചാട്ടെ. Find the equation of the line which passes through 1, 2, 3 and parallel to the vector 3 I cap plus 2 j cap minus 2 k cap. അപ്പോൾ അവിടെ ഒരു ചെറിയ തിരുത്തൽ നിങ്ങളുടെ ഇതിനകത്ത് വരുത്താനുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നോട്ട്ബുക്കിലോട്ട് അങ്ങ് എഴുതിക്കോ. ചോദ്യം പറയട്ടെ. ക്വസ്റ്റ്യൻ പറയണോ അതോ ഞാൻ ഫോട്ടോ എടുത്തിട്ട് തരണോ? ക്വസ്റ്റ്യൻ പറയണോ അതോ ഫോട്ടോ എടുത്തിട്ട് തരണോ? പറഞ്ഞാ മതി സാർ. എല്ലാവർക്കും കറക്റ്റായിട്ട് നെറ്റ് കിട്ടുന്നുണ്ടോ? ഉണ്ട് സാർ. ഓക്കെ. എന്നാൽ ഞാനൊരു കാര്യം ചെയ്യാതെ ഫോട്ടോ ഇട്ട് തരാം. കാരണം ഇൻ കേസ് പോയിന്റ് നിങ്ങൾ വിട്ടുപോയാൽ പിന്നെ എഴുതുന്നതെല്ലാം തെറ്റായിരിക്കും. അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ ഇപ്പോൾ ഇട്ട് തരാം. രണ്ട് കൂട്ടർക്കും ക്വസ്റ്റ്യൻ വന്നോ? വന്നു സാർ. എഴുതിയാട്ടെ. എന്നിട്ട് ചോദ്യം എഴുതി കഴിയുമ്പോൾ എന്നോട് പറയണം ചോദ്യം എഴുതി കഴിഞ്ഞു എന്ന്. കഴിഞ്ഞോ? കഴിഞ്ഞു സാർ. ഓക്കെ. അപ്പോൾ ബിലാലെ
ഇനി ആരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇനി ആരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇനി ആരെങ്കിലും ചോദ്യം എഴുതാനുണ്ടോ? ഇല്ല സർ. അപ്പൊ ബിലാലെ ചോദ്യം ഒന്ന് വായിച്ചാട്ടെ. Find the vector and Cartesian equation of the line through the point 5, 2, -4 and which is parallel to the vector 3 I cap plus 2 j cap minus 8 k cap. എന്തോ ബിലാലെ വായിച്ച ചോദ്യത്തിന്റെ അർത്ഥം? അതായത് ഒരു ലൈനിലെ പോയിന്റ് ഒരു ലൈൻ കടന്നു പോകുന്ന പോയിന്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്ര അത്? 5 to -4. 5 to -4. ഇനി ഈ ലൈൻ ഒരു വെക്ടറിനോട് പാരലൽ ആണല്ലേ? അതേതാ വെക്ടർ? 3 I cap plus 2 j cap minus 8 k cap. 3 I cap plus 2 j cap minus 8 k cap. minus 8 k cap. ഇനി നമ്മൾ ആരുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം? വെക്ടറും കാർട്ടീഷ്യൻ. ഈ ലൈനിന്റെ വെക്ടർ ഇക്വേഷനും കണ്ടുപിടിക്കണം, കാർട്ടീഷ്യൻ ഇക്വേഷനും കണ്ടുപിടിക്കണം. ചോദ്യം ക്ലിയർ ആയോ എല്ലാവർക്കും? ചോദ്യം എല്ലാവർക്കും ക്ലിയർ ആയോ? ക്ലിയർ ആയി സർ. ക്ലിയർ ആയി സർ. ആ പടം നിങ്ങളൊന്ന് വർക്കിംഗ് കോളത്തിലോട്ട് റഫായിട്ട് വരച്ചിട്ടേ. ആ പടം അമൃതയ്ക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? അമൃതേ? ഇല്ല സർ, കൈ തട്ടിയത്. ഓക്കെ. ആ പടം ഒന്ന് റഫായിട്ട് വർക്കിംഗ് കോളത്തിലോട്ട് പേന കൊണ്ട് വരച്ചിട്ടാ മതി. വരച്ചിട്ടോ? വരച്ചു സർ. അപ്പൊ നമുക്ക് ആദ്യം വെക്ടർ ഇക്വേഷനും ചോദിച്ചിട്ടുണ്ട്, കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം എഴുതുക വെക്ടർ ഫോം. വെക്ടർ ഫോമിലെ ഇക്വേഷൻ എന്തുവായിരുന്നു? വെക്ടർ ഫോമിലെ ഇക്വേഷൻ എന്തുവായിരുന്നു? വെക്ടർ r is equal to വെക്ടർ a plus lambda വെക്ടർ b. അപ്പൊ അത് എഴുതണമെങ്കിൽ വെക്ടർ എയും അറിയണം, വെക്ടർ ബിയും അറിയണം അല്ലേ? അപ്പൊ എഴുതുക വെക്ടർ എ. എന്തുവായിരുന്നു വെക്ടർ എ എന്ന് പറഞ്ഞാൽ? ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. സ്ട്രെയിറ്റ് ലൈൻ കടന്നു പോകുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ. പോയിന്റ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 5, 2, -4 ആണെന്ന്. അപ്പോൾ അതിന്റെ പൊസിഷൻ വെക്ടർ എന്തായിരിക്കും? 5 I cap plus 2 j cap minus 4 k cap. 5 I cap plus 2 j cap minus 4 k cap. അപ്പൊ വെക്ടർ എ ആയി. ഇനി എന്തായിരുന്നു വെക്ടർ ബി എന്ന് പറഞ്ഞാൽ? പാരലലായിട്ട് വന്ന വെക്ടർ. അപ്പൊ വെക്ടർ ബി ഈക്വൽ 3 I cap plus 2 j cap minus 8 k cap. ഇത് രണ്ടും നിങ്ങൾ എഴുതിയോ എല്ലാവരും? അപ്പൊ ബിലാലെ എന്തുവായിരുന്നു ഇക്വേഷൻ? വെക്ടർ r is equal to വെക്ടർ a plus lambda വെക്ടർ b. അപ്പൊ എഴുതുക ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് equation of the line is vector r is equal to vector a plus lambda vector b. അപ്പൊ വെക്ടർ r is equal to രണ്ടുപേരുടെ മേലെ യഥാസ്ഥാനത്തോട്ട് കൊടുക്കുക. വെക്ടർ a എന്താണ്? 5 I cap plus 2 j cap minus 4 k cap plus lambda into what is vector b? 3 I cap plus 2 j cap minus 8 k cap. അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ ഇതാണ് ആ ലൈനിന്റെ വെക്ടർ ഇക്വേഷൻ. ക്ലിയർ ആയോ എല്ലാവർക്കും? ഓക്കെ. ബിലാലെ ഇനി അടുത്തത് എന്ത് കണ്ടുപിടിക്കാനാ ചോദിച്ചേക്കുന്നേ? കാർട്ടീഷ്യൻ ഫോം. അപ്പൊ അടുത്ത് എഴുതുക കാർട്ടീഷ്യൻ ഫോം. എന്തുവായിരുന്നു ബിലാലെ അതിന്റെ കാർട്ടീഷ്യൻ ഫോം? x minus x1 by a equal minus x1 by a equal y minus y1 by b equal
Z minus Z1 by C. ആ ഓക്കെ. ഇവിടെ ഈ x1 y1 z1 എന്ന് പറയുന്നത് എന്തുവായിരുന്നു ബിലാലെ? ഓർത്ത് നോക്കിക്കേ, ഞാൻ വെക്ടറെ അല്ലെങ്കിൽ ആ ലൈൻ കടന്നു പോകുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് അല്ലയോ? ഇപ്പൊ x1 y1 z1 ആയി. അപ്പൊ പറഞ്ഞാട്ടെ x മൈനസ് x1 ആരാ? 5 ഈക്വൽ y മൈനസ് y1 ആരാ? 2 ഈക്വൽ z മൈനസ് z1 ആരാ? -4. ആ ഇനി ഇതിന്റെ ഡിവൈഡഡ് ബൈയിൽ ഒരു 3 പേരൂടെ വരണം. എ ബി സി ഇവരാരായിരുന്നു? വെക്ടർ ബി പാരലായിട്ട് പോകുന്ന വെക്ടറിന്റെ കമ്പോണൻസ് അതാരൊക്കെയാ? 3 2 -8. 3 2 -8. അപ്പൊ ഇതൊന്ന് കറക്റ്റ് ആക്കി എഴുതിയാൽ x മൈനസ് 5/3 ഈക്വൽ y മൈനസ് 2/2 ഈക്വൽ z പ്ലസ് 4 ബൈ -8. ഇതാണ് ആ ലൈനിന്റെ എന്ത് ഇക്വേഷൻ? എന്ത് ഇക്വേഷൻ? കാർട്ടീഷ്യൻ ഫോം. ബുദ്ധിമുട്ട് എന്തെങ്കിലും? ഓക്കെ. അപ്പോ വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിലും ഡൗട്ട് ഇല്ലെങ്കിലും പറയണം. എന്നിട്ട് നമുക്ക് അടുത്ത എക്സാമ്പിളൂടെ പഠിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. കഴിഞ്ഞോ? വായിച്ചു സാർ, മനസ്സിലായി. ഓക്കെ. ഇനി നമുക്ക് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടത് എക്സാമ്പിൾ 7 ആണ്. പക്ഷെ അതൊരു ഡിലീറ്റഡ് പോർഷൻ ആയതുകൊണ്ട് ഞാൻ എക്സാമ്പിൾ 8ന്റെ ക്വസ്റ്റ്യൻ തരാം. നിങ്ങൾ വേഗം അതിനകത്ത് നോക്കി എഴുതുക. എക്സാമ്പിൾ 8. ചോദ്യം കിട്ടിയ എല്ലാവർക്കും? ചോദ്യം കിട്ടിയോ എല്ലാവർക്കും? കിട്ടി സാർ. ചോദ്യം എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ പറയണം. ഓക്കെ. അപ്പോ മുള്ളിക്കുളങ്ങരയിൽ ആരായിരുന്നു? നന്ദനയല്ലേ അവസാനമായി വായിച്ചത്? ആണോ? മുള്ളിക്കുളങ്ങരയിൽ നന്ദനയാണോ അവസാനമായി ചോദ്യം വായിച്ചത്? ഓക്കെ. നന്ദന കഴിഞ്ഞാൽ അടുത്ത നന്ദനയുടെ നമ്പർ എത്ര? 8. 8. 9 ആരാ? 9 അഖിൽ മോഹൻ അല്ലയോ? ഓക്കെ. പനയന്നാർകാവിൽ ലാസ്റ്റ് ചോദ്യം വായിച്ചാരാ? 8 ബിലാല്. 9 ആരാ? 9 ആരാ? പനയന്നാർകാവിലെ ക്ലാസ് നമ്പർ 9 ആരാണ്?
ധനുഷുണ്ടോ? ഉണ്ട്. വായിച്ചേട്ടാ ചോദ്യം. എക്സാമ്പിൾ 8. ഇത് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ ഈസ് ഉം. x plus 3/2 is equal to y minus 5/4 is equal to z plus 6/2. ഉം. Find the vector equation for the line. അപ്പൊ എന്താ ചോദ്യം ധനുഷേ? എന്താണ് ചോദ്യം? കാർട്ടീഷ്യൻ ഇക്വേഷൻ തന്നിട്ടുണ്ട്. അതന്നെ എന്നോട്ട് പറ. അതിന്റെ വെക്ടർ ഇക്വേഷൻ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചോദ്യം ചോദിക്കും. കാർട്ടീഷ്യൻ തന്നിട്ട് വെക്ടർ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ചോദിക്കും. തിരിച്ച് വെക്ടർ ഇക്വേഷൻ തന്നിട്ട് കാർട്ടീഷ്യൻ ഇക്വേഷൻ ചോദിക്കും. അപ്പൊ എഴുതിയാട്ടെ ആൻസർ പറയട്ടെ. കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ് എന്താണ് ലൈനിന്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ? ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. x plus 3/2 x plus 3/2 is equal to y minus 5/4 is equal to y minus 5/4 is equal to z plus 6/2. z plus 6/2. ശരിയാണോ പിള്ളേരെ? ഓക്കെ, ഞാൻ ഇതിനെ ഒന്ന് റീറൈറ്റ് ചെയ്യുകയാണ്. x മൈനസ് 3/2 ഈക്വൽ y മൈനസ് 5/4 ഈക്വൽ z മൈനസ് -6/2 എന്നെഴുതിയാൽ തെറ്റുണ്ടോ? ഇല്ല സാർ. ഇല്ല. എന്തിനാ അങ്ങനെ എഴുതിയത്? ആർക്കെങ്കിലും പറയോ എന്തിനാ അങ്ങനെ എഴുതിയത്? അപ്പോഴേ ഇത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആകത്തുള്ളൂ. ഇല്ലയോ? അതെ സാർ. അപ്പൊ അടുത്ത വരി എഴുതുക. കമ്പയറിംഗ് ദ ഗിവൺ ഇക്വേഷൻ വിത്ത് ദി സ്റ്റാൻഡേർഡ് ഫോം. സ്റ്റാൻഡേർഡ് ഫോം എന്തുവായിരുന്നു? സ്റ്റാൻഡേർഡ് ഫോം എക്സ് മൈനസ് x1/a is equal to y minus y1/b is equal to z minus z1/by. എങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് 6 പേരുടെ വില എഴുതാം. ആരാണ് ഈ 6 പേര്? x1 y1 z1. അപ്പൊ എഴുതുക. x1 equal x1 which implies x1 equal -3 y1 equal 5 z1 equal -6 a equal 2 b equal 4 c equal 2. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് പോകാം. കാർട്ടീഷ്യൻ ഇക്വേഷനിലേക്ക് പോകണമെങ്കിൽ നമ്മൾ 3 പേരെ എഴുതണം. ആരെയൊക്കെ എഴുതേണ്ടത്? 3 പേരെ വേണ്ട, 2 പേരെ എഴുതണം. ആരെയൊക്കെ 2 പേരെ എഴുതേണ്ടത്? കാർട്ടീഷ്യൻ ഇക്വേഷൻ ആണ് തന്നിരിക്കുന്നത്. വെക്ടർ ഇക്വേഷൻ എഴുതണമെങ്കിൽ നമുക്ക് 2 പേരെ അറിയണം. ആരാ 2 പേര്? എയും ബിയും. വെക്ടർ എയും വെക്ടർ ബിയും. അപ്പൊ എഴുതിയാട്ടെ. വെക്ടർ എ ഈക്വൽ തിയറി അനുസരിച്ച് ആരാണ് വെക്ടർ എ എന്ന് പറയുന്നത്? x1 y1 z1. എന്ന് വെച്ചാൽ ആ പോയിന്റിന്റെ പൊസിഷൻ വെക്ടർ x1 i ക്യാപ്പ് പ്ലസ് y1 j ക്യാപ്പ് പ്ലസ് z1 k ക്യാപ്പ് ആണോ? അപ്പൊ വെക്ടർ എ ഈക്വൽ പറഞ്ഞാട്ടെ -3 i ക്യാപ്പ് 5 + 5 j ക്യാപ്പ് -6 k ക്യാപ്പ്. അപ്പൊ ഇതാണ് നമ്മുടെ വെക്ടർ എ എന്ന് പറയുന്നത്. ഇനി അടുത്ത ആരെ വേണം? വെക്ടർ ബി. തിയറിയിൽ നമ്മൾ എങ്ങനെ പഠിച്ചത്? വെക്ടർ ബി നമ്മുടെ തിയറി അനുസരിച്ച് നമ്മൾ എങ്ങനെ എഴുതിയിരിക്കുന്നേ? പാരലൽ ആയിട്ടുള്ള വെക്ടർ എന്ന് പറയുമ്പോൾ എ ഐ ക്യാപ്പ് പ്ലസ് ബി ജെ ക്യാപ്പ് പ്ലസ് സി കെ ക്യാപ്പ് ആണോ? അപ്പൊ വെക്ടർ ബി ഈക്വൽ 2i ക്യാപ്പ് പ്ലസ് 4j ക്യാപ്പ് പ്ലസ് 2k ക്യാപ്പ്.
ഇത്രയുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഇക്വേഷൻ എഴുതാം? വെക്റ്റർ. എഴുതിയാട്ടെ. വെക്റ്റർ ഇക്വേഷൻ ഈസ് എന്താണ് വെക്റ്റർ ഇക്വേഷൻ? വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ എ വെക്റ്റർ ആർ ഇസ് ഈക്വൽ ടു വെക്റ്റർ എ പ്ലസ് ലാംഡ വെക്റ്റർ. വെക്റ്റർ എ പ്ലസ് ലാംഡ വെക്റ്റർ ബി. വാട്ട് ഈസ് വെക്റ്റർ എ? മൈനസ് 3i ക്യാപ് പ്ലസ് 5j ക്യാപ് പ്ലസ് മൈനസ് 6k ക്യാപ് പ്ലസ് ലാംഡ ഇൻറ്റു, എനിക്ക് ബോർഡ് സ്ഥലമില്ലാത്തതുകൊണ്ട് ഇങ്ങോട്ട് എഴുതുന്നു, ലാംഡ ഇൻറ്റു 2i ക്യാപ് പ്ലസ് 4j ക്യാപ് പ്ലസ് 2k ക്യാപ്. വായിച്ചു നോക്കുക. ഡൗട്ട് ഉണ്ടെങ്കിൽ ഡൗട്ട് ഉണ്ടെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയുക. വായിച്ചു നോക്കിയ വായിച്ചു സാർ, മനസ്സിലായി. മനസ്സിലായി സാർ. മനസ്സിലായി സാർ. ഓക്കെ മനസ്സിലായി സാർ. ഓക്കെ. അടുത്ത ദിവസം പഠിക്കാനുള്ള ഹെഡിങ് എഴുതിയിടുക. 11.4 ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ്. വർക്ക് എഴുതുക. വർക്ക് റിപ്പീറ്റ് തിയറി ആൻഡ് പ്രോബ്ലം 1 ടൈം. ഇന്ന് പഠിപ്പിച്ച തിയറിയും പ്രോബ്ലവും ഒരു തവണ എഴുതണം. എഴുതിയോ? അപ്പൊ അതില് ഹോംവർക്ക് ചെയ്ത കണക്ക് വേണ്ട. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ച തിയറിയും പ്രോബ്ലവും ഒരു തവണ എഴുതുക. നോട്ട്ബുക്ക് സൈൻ, വർക്ക് ബുക്ക് സൈൻ. എഴുതിയോ? അടുത്തത് ഹോംവർക്ക്. എക്സസൈസ് 11.1 ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം. 11.1 ക്വസ്റ്റ്യൻ നമ്പർ 4ഉം 5ഉം. ഓക്കെ, എഴുതിയോ? എഴുതി സാർ. അടുത്തത് എക്സസൈസ് 11.2 ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6, 7. എക്സസൈസ് 11.2 ക്വസ്റ്റ്യൻ നമ്പർ 4, 5, 6, 7. അത്ര എഴുതിയോ? എഴുതി സാർ. ഓക്കെ, അപ്പൊ ഞാൻ റെക്കോർഡിംഗ് ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ.